ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈസി ചിക്കൻ ബിരിയാണിയാണ്. അതിനായി ഞാൻ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കൈപ്പിടിയോളം മല്ലിയില, 2 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. ശേഷം കനം കുറഞ്ഞരിഞ്ഞ 4 വലിയ സവാള നന്നായി വറുത്തുകോരി മാറ്റിവെക്കുക. സവാള വറുത്ത സെയിം ഓയിലിൽ തന്നെ മസാല തേച്ച് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് കുക്ക് ആവുമ്പോൾ തന്നെ വറുത്ത് വെച്ച സവാളയും 3 വലിയ തക്കാളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ബാക്കി വന്ന ചിക്കൻ്റെ മസാലയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി റൈസ് ഉണ്ടാക്കാനായി 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള എല്ലാം നന്നായി വഴറ്റുക. അതിലേക്ക് കഴുകി വെച്ച 1 കിലോ ജീരകശാല റൈസാണ് എടുക്കുന്നത്. 2 മിനിറ്റ് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ചേർക്കുക. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിന് 6 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിള വരുമ്പോൾ അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. കുറച്ച് കാഷ്യൂവും കിസ്മിസും നെയ്യിൽ വറുത്ത് വെച്ച സവാളയും 1 പിടി മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ബിരിയാണി ലെയർ ചെയ്യാം. അതിനായി റൈസ് 2ആയി സെപ്പറേറ്റ് ചെയ്യുക. അതിലേക്ക് കളറിനായി മഞ്ഞ കളറും 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കുറച്ച് ഗരം മസാല പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂവും കിസ്മിസും കൂടി ചേർക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാല ലെയർ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള റൈസും ഇട്ട് സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക. ശേഷം എയർ പുറത്തു പോവാതെ കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക. 20 മിനിറ്റിന് ശേഷം ദമ്മ് പൊട്ടിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.